ദിലീപ് വന്നതുകൊണ്ടാണ് കെ രാധാകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു, ജസ്റ്റിസ് കെ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, KP അനിൽകുമാർ ഉണ്ടായിരുന്നു. നിലവിൽ ഇദ്ദേഹം ഒരു കേസിൽ 2 കേസിൽ പ്രതിയാണ്. ഒന്ന് നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതി, അതുപോലെ തന്നെ പോലീസിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതിൽ 1ാം പ്രതി. അങ്ങനെ 2 കേസുകളിൽ ഇദ്ദേഹം ജാമ്യത്തിലാണ്. അപ്പോൾ 3ാമതൊരു FIR കൂടി വീഴും. ഈ 3ാമത്തെ FIRൽ ജാമ്യം കിട്ടാൻ ഇനി ഇദ്ദേഹം കോടതി കയറി ഇറങ്ങേണ്ടി വരും. ദിലീപിൻ്റെ വലിയ എതിരാളികളാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ഇൻ്റർവ്യൂ കിട്ടിയിട്ടില്ല. ചേട്ടാ, കഴിഞ്ഞ ദിവസം ശബരിമലയിൽ നടൻ ദിലീപിന് VIP പരിഗണന നൽകി. അതുമായി ബന്ധപ്പെട്ട ഒരു അനർഹമായ ഒരു പരിഗണന ദിലീപിന് സന്നിധാനത്ത് നൽകി എന്ന തരത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി. എപ്പോഴും ദിലീപ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസുകളിൽ, ദിലീപിനെതിരായ വിഷയങ്ങളിൽ മലയാള മാധ്യമങ്ങൾക്ക് എപ്പോഴും ഒരു പ്രത്യേക സമീപനമുണ്ട്. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ദിലീപുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവമുണ്ടായാലും ആ ആളെ ഒരു ഇവിടുത്തെ ഏറ്റവും കൊടും കുറ്റവാളിയുടെ പട്ടികയിലാണ് മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഉൾപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഒരു താല്പര്യം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്താണ് ഒരിക്കലൊരു മാധ്യമപ്രവർത്തകൻ്റെ മുഖത്ത് നോക്കി ദിലീപ് ഈ കൊണ്ടുപോകുന്ന സമയത്ത്, തെളിവെടുപ്പുമായി കോടതി നടപടികൾക്കായി കൊണ്ടുപോകുന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തകൻ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ദിലീപ് ചോദിച്ചു, എന്തിനാ ചേട്ടാ ഇങ്ങനെയൊക്കെ കളങ്ങൾ വിളിച്ച് പറയുന്നതെന്ന് ചോദിച്ചു. അതൊരു പ്രകോപനം. പിന്നെ ഇവിടുത്തെ ഒരു വാർത്താ ചാനലിലെ അവതാരകനെ ഈ പുല്ലാങ്കുഴൽ എന്ന രീതിയിൽ അദ്ദേഹത്തെ പറഞ്ഞു. അത് 2ാമത്തെ പ്രകോപനം. അങ്ങനെ മാധ്യമപ്രവർത്തകരെ സ്ഥിരമായി പ്രകോപിപ്പിക്കുന്ന ഒരാളായിട്ടാണ് ദിലീപിനെ അവർ കാണുന്നത്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിനോട് ഈ മെയിൻസ്ട്രീം മീഡിയാസ് ഇൻ്റർവ്യൂ പലതവണ ചോദിച്ചിട്ടും ദിലീപ് തയ്യാറായില്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം ഈ കേസിന് തൊട്ട് മുമ്പ് മനോരമയ്ക്കാണ് ഒരു അഭിമുഖം ദിലീപ് കൊടുത്തത്. പിന്നീട് ആരുടെയും മുന്നിൽ വരാൻ ദിലീപ് തയ്യാറായിട്ടില്ല. ഈ കേസും ഇതിൻ്റെ കൂട്ടങ്ങളുമൊക്കെ നടന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു വാരികയ്ക്ക് ഒരു അഭിമുഖം ദിലീപ് കൊടുക്കുകയും ഈ വാരികയിലെ അഭിമുഖം വന്ന ശേഷമാണ് 2ാമത് ഈ ബാലേന്ദ്രകുമാർ ഒരു ആരോപണവുമായി വരികയും ഈ വാരികയിലെ ദിലീപിൻ്റെ അഭിമുഖത്തിലെ വാക്കുകൾ പോലീസിനെ വല്ലാണ്ട് പ്രകോപിപ്പിക്കുകയും ഈ ബാലേന്ദ്രകുമാർ പരാതിയുമായി വന്നപ്പോൾ ഉടൻ തന്നെ ദിലീപിനെതിരെ FIR ഇടുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ദിലീപ് വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തി എന്നുള്ള പേരിൽ ഒരു കേസ് വരികയും ഇദ്ദേഹത്തെ പലതവണ 3 ദിവസത്തോളം രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തത്. ഇത്തരത്തിൽ ദിലീപ് എന്ന് പറയുന്നത് എപ്പോഴും ഈ അറിഞ്ഞു കളിക്കാൻ അറിയാത്ത ഒരാളാണ്. അറിഞ്ഞു കളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു നയം സ്വീകരിക്കണം. സമൂഹത്തിലെ ഉന്നതരോട് എങ്ങനെ പെരുമാറണം എന്ന് ഈ ദിലീപിന് വ്യക്തമായി ധാരണയില്ല. അത് മാധ്യമങ്ങളോട് ഒരുമാതിരി എല്ലാ സിനിമാ താരങ്ങളും, ഇനിയിപ്പോൾ എത്ര വലിയ ആളാണെങ്കിലും മാധ്യമപ്രവർത്തകരോട് കീഴ്പ്പെട്ടാണ് സിനിമാ താരങ്ങളെല്ലാം നിന്നു പോകാറുള്ളത്. മാധ്യമപ്രവർത്തകർ എത്ര പ്രകോപിപ്പിച്ചാലും പല സിനിമാ താരങ്ങളും അങ്ങനെയൊന്നും മറുപടി പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ശേഷി വേണം. സുരേഷ് ഗോപിയെ പോലുള്ള ശേഷിയുള്ള ഒരാളായിരിക്കണം. അതായത് മാധ്യമപ്രവർത്തകർ ഇനി എന്ത് കൊണ്ടുവന്നാലും എനിക്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ അത്രയും പിൻബലം. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടി, അധികാരത്തിലിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി സുരേഷ് ഗോപിയുടെ പക്കലാണ്. സുരേഷ് ഗോപിക്ക് ആ പാർട്ടി ഭയങ്കരമായിട്ടുള്ള പിന്തുണ പരിഗണന കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മുന്നും പിന്നും നോക്കേണ്ട കാര്യം സുരേഷ് ഗോപിക്കില്ല. ദിലീപ് അതല്ല. ദിലീപ് അങ്ങനെ ഒരാളല്ല ഒരിക്കലും. അതുകൊണ്ട് ദിലീപിന് സ്വാഭാവികമായിട്ടും ഒരുപാട് പരിമിതികളുണ്ട്. സ്വയം പ്രതിരോധിക്കേണ്ടി വരും പല കാര്യങ്ങളും. സ്വയം പ്രതിരോധിക്കേണ്ടി വരും. അത് മനസ്സിലാക്കാതെയാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകരെയൊക്കെ ദിലീപ് പ്രകോപിപ്പിച്ചത്. അതുകൊണ്ട് ഈ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ ദിലീപിൻ്റെ ശത്രുക്കളാണ്. ദിലീപിൻ്റെ വലിയ എതിരാളികളാണ് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന ഇൻ്റർവ്യൂ കിട്ടിയിട്ടില്ല. ചോദിച്ചിട്ട് ഇൻ്റർവ്യൂ കൊടുക്കാറില്ല. അഭിമുഖം കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മാധ്യമ സ്ഥാപനം വിളിച്ചിട്ട് അഭിമുഖത്തിന് വിളിച്ചിട്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ മാധ്യമ സ്ഥാപനം പിന്നെ
എന്ത് ചെയ്യും? അയാൾക്കെതിരെ തുടർച്ചയായിട്ട് വാർത്തകൾ കൊടുക്കും. വാർത്തകൾ കൊടുത്ത് പലരെയും അഭിമുഖത്തിന് വരുത്തിച്ചിട്ടുണ്ട്. ഇവിടെ പല ചാനലുകളും ചെയ്തിട്ടുള്ളത് വാർത്തകൾ തുടർച്ചയായിട്ട് കൊടുത്ത് അഭിമുഖത്തിന് ഇന്റർവ്യൂവിന് തയ്യാറാവും, ഇന്റർവ്യൂവിന് വരും. ഇപ്പോൾ ഏറ്റവും മലയാളത്തിലെ ഒന്നാം നിരയിൽ നിൽക്കുന്ന 2 നടന്മാരാണെങ്കിൽ പോലും അവർ വരെ പ്രതിരോധത്തിലായിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ പകമൂലം. അതിൽ ശരിയോ തെറ്റോ ഒന്നും നമ്മൾ പറയുന്നില്ല. ചിലപ്പം ഉള്ള കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കും. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ഈ മാധ്യമങ്ങളെ വകവെക്കാൻ നിൽക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങിയ ശേഷം ദിലീപിനോട് പലതവണ പല ചാനലുകൾ, എനിക്ക് തന്നെ അറിയാം, പല ചാനലുകളും ഇൻ്റർവ്യൂ തേടിയിട്ടുണ്ട്. ദിലീപിൻ്റെ സഹോദരൻ അനൂപിനെ വിളിച്ചിട്ടുണ്ട്, ദിലീപിൻ്റെ PA വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ദിലീപുമായി ബന്ധപ്പെട്ട അടുത്ത സൗഹൃദമുള്ള സംവിധായകരെയും നടന്മാരെയും വരെ വിളിച്ചിട്ടുണ്ട് ദിലീപിനെ അഭിമുഖത്തിന് കൊണ്ടുവരാൻ വേണ്ടി. കാര്യം ദിലീപിൻ്റെ അഭിമുഖം എന്ന് പറയുന്നത് വലിയ ഒരു തീഗോളമായിരിക്കും. റേറ്റിംഗ് ചാർട്ടിൽ അത് ടാമ്പ് റേറ്റിംഗിൽ നമ്പർ 1 ആവും. ബാർക്കിൽ ചാനലിനെ കയറ്റിക്കൊണ്ടങ്ങ് മേളിൽ കൊണ്ടുവരും. അങ്ങനെ അഭിമുഖം കിട്ടുവാണെങ്കിൽ അതൊരു വലിയ സ്ഫോടനാത്മകമായിട്ടുള്ള സംഭവമാണ്. അതേസമയം ഈ ഇരയായിട്ടുള്ള നടിയുടെ അഭിമുഖം അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. കാരണം ഇരയാണ്, വെളിച്ചത്ത് കാണിക്കാൻ പറ്റില്ല, പേര് പറയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അവർക്ക് അതിൻ്റെ പ്രിവിലേജ് കൊണ്ടുതാനും. അപ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഈ ദിലീപ് എന്ന് പറയുന്ന നടൻ നേരിടുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ശബരിമലയിലെ പ്രശ്നം കയറി വന്നിരിക്കുന്നത്. സോപാനത്ത് ഹരിവരാസനം പാടുമ്പോൾ ദിലീപ് പൂർണ്ണ സമയവും അവിടെ നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ദിലീപിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ് ജസ്റ്റിസ് KK രാധാകൃഷ്ണൻ, ആലപ്പുഴ ജില്ലാ ജഡ്ജിയാണ്, KP അനിൽകുമാർ നോർക്കയുടെ ചുമതലയുള്ള ആളാണ്, ഇത്രയും പേരും അവിടെ ഉണ്ടായിരുന്നെന്ന് ദിലീപ് നിന്നപ്പോഴാണ് ആ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇവരൊക്കെ അവിടെ നിന്നെന്ന് മനസ്സിലാകുന്നത്. ഞാനൊരു കാര്യം അഭിഷേകിനോട് കൃത്യമായി പറയാം. ഞാനൊരു ഒരുപാട് കാലം ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ഒരാളാണ്. ശബരിമലയിൽ ഇത് ദിലീപോ KK രാധാകൃഷ്ണനോ KP അനിൽകുമാറോ ഇവരൊന്നും മാത്രമല്ല, ഇഷ്ടം പോലെ ആളുകൾ ഈ പറയുന്ന പോലെ സോപാനത്ത് വന്ന് മിനിറ്റുകളോളം നിൽക്കാറുണ്ട്. മണിക്കൂറുകളെന്ന് ഞാൻ പറയില്ല, മിനിറ്റുകളോളം നിൽക്കാറുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ജനറൽ ക്യൂവിലൂടെ ഇങ്ങനെ വന്നൊന്ന് തൊഴുത് മടങ്ങുക, ഇങ്ങനെ കറക്കി അങ്ങ് വിടുകയാണ്, തള്ളിയാണ് വിടുന്നത് നമ്മളെ. അപ്പോൾ ചിലരെ മാത്രം ഇവരെന്ത് ചെയ്യും, ദേവസ്വം ബോർഡിൻ്റെ ഗാർഡുമാർ പിടിച്ച് ഇങ്ങോട്ട് നീങ്ങുന്നവരെ പിടിച്ച് സൈഡിലോട്ട് അങ്ങ് നിർത്തി കൊടുക്കും. ഇതാണ് ഇവിടുത്തെ പരിപാടി. അതായത് ഇങ്ങനെ കറങ്ങി വരുന്നവരെ പിടിച്ച് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നീക്കി അങ്ങ് വെച്ച് കൊടുക്കും. അവിടെ നിൽക്കും, കുറച്ച് നേരം നിന്ന് തൊഴുതിട്ട് നമുക്ക് പോകും. ഞാൻ ഒരുപാട് നമ്മൾ സോപാനത്തിൻ്റെ റൈറ്റ് സൈഡിൽ കോർണറിലാണ് റിപ്പോർട്ടേഴ്സ് നിൽക്കുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഈ പിടിച്ച് നിർത്തുന്നവരെയും ഈ കടന്നു പോകുന്നവരെയൊക്കെ റിപ്പോർട്ടേഴ്സിന് കാണാൻ പറ്റും. ക്യാമറമാൻമാർക്കും നമുക്ക് നല്ല വ്യക്തമായി കാണാൻ പറ്റും. ഇത് സംശയമുണ്ടെങ്കിൽ ശബരിമല ലൈവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായല്ലോ ശബരിമല സന്നിധാനത്ത് മണ്ഡലകാലം തുടങ്ങിയിട്ടുണ്ട്, ഈ ചാനലുകളുടെയൊക്കെ റഷ് വിഷ്വൽസ് എടുത്ത് നോക്ക്, ഇഷ്ടംപോലെ VIP-കളെ കാണാൻ പറ്റും ഇങ്ങനെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഹരിവരാസനത്തിൻ്റെ ടൈം എടുത്ത് നോക്ക്. ഹരിവരാസനം ഇവിടെ ഡയറക്റ്റായിട്ട് ഹരിവരാസനം കുറേ ചാനലുകൾക്ക് ഡയറക്റ്റായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അതായത് ഹരിവരാസനം പാടി അവസാനിക്കുന്നത് വരെയുള്ള ആ സമയം പൂർണ്ണമായും ടെലികാസ്റ്റ് ലൈവിൽ പോകുന്നുണ്ട്. ആ വിഷ്വൽസ് എടുത്ത് നോക്ക്, ഇഷ്ടംപോലെ VIP-കളെ കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ സ്ഥിരമായി കാണുന്ന കാഴ്ചയുമാണ്. ഇവരിങ്ങനെ നടന്നു വരും, നേരെ ഇവരെ പിടിച്ച് ദേവസ്വത്തിൻ്റെ ഗാർഡുമാർ പിടിച്ച് അങ്ങോട്ട് നിർത്തും. ഇവരെല്ലാവരും പോലീസിൻ്റെ സെക്യൂരിറ്റിയോടെയാണ് കയറി വരുന്നത്. പോലീസിൻ്റെ കാവലോട് കൂടിയാണ് ഇവരെല്ലാവരും 18-ാം പടി ചവിട്ടി മേളി വരുന്നത്. താഴേന്ന് പോലീസ് 18-ാം പടിയിൽ നിന്ന് കയറ്റിവിടും. മേളിയിരിക്കുന്ന പോലീസുകാരൻ ഫ്രണ്ടിൽ കൂടെ, അതായത് വെർച്വൽ ക്യൂ അല്ല, നേരെ നടയിലേക്ക് കയറ്റിവിടും. നടയിലേക്ക് നേരെ ഫ്രണ്ടിലേക്ക് സോപാനത്തിലേക്കും കയറ്റിവിടും. ഫ്രണ്ടിൽ കൂടെ പടി കയറി നേരെ സോപാനത്തേക്ക് കയറ്റി വിടും. അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ദേവസ്വം കാർഡ് പിടിച്ച് സൈഡിലോട്ട് നിർത്തി കൊടുക്കും. അങ്ങനെ ഉള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് VIP-കളുണ്ട്. ഇപ്പോൾ ദിലീപ് വന്നതുകൊണ്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, ദിലീപ് വന്നതുകൊണ്ടാണ് KK രാധാകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു, ജസ്റ്റിസ് KK രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു, KP അനിൽകുമാർ ഉണ്ടായിരുന്നു. നിങ്ങളോട് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ ഈ മണ്ഡലകാലം തുടങ്ങിയത് മുതലുള്ള എല്ലാ ചാനലിൻ്റെയും ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള വിഷ്വൽസ് എടുത്ത് നിങ്ങൾ, ഹരിവരാസനത്തിൻ്റെ സമയം വളരെ കുറച്ചാണല്ലോ, നിങ്ങൾ ആ സമയം എടുത്ത് നോക്ക്. വേണ്ട, കഴിഞ്ഞ കുറച്ച് ദിവസത്തെ റിപ്പോർട്ടിങ്സ് എടുത്ത് നോക്ക്, ഇഷ്ടംപോലെ പേരിങ്ങനെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ
എന്തുകൊണ്ട് ദിലീപ് വന്നപ്പോൾ വാർത്തയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ദിലീപ് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപിനെ എതിരെ വ്യാപകമായിട്ട് ഒരു ഇതുണ്ട്. ദിലീപ് അവിടെ നിൽക്കുന്നത് ചാനലുകൾ ലൈവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, കാണാൻ സാധിക്കും ദിലീപ് അവിടെ നിൽക്കുന്നത്. ദിലീപ് ഇന്നിപ്പോൾ അത് വാർത്തയായി. അതിൽ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇടപെട്ടു. CCTV ചോദിച്ചിട്ടുണ്ട്. ദേവസ്വം ഓഫീസർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ദേവസ്വം എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേറ്റർ, പിന്നെ അഡീഷണൽ ഓഫീസർ, പിന്നെ സ്പെഷ്യൽ ഓഫീസർ പോലീസിൻ്റെ, ഇവരെല്ലാവരും ഈ സമയത്ത് സന്നിധാനത്തുണ്ടായിരുന്നു. എല്ലാവരും സന്നിധാനത്തുണ്ടായിരുന്നു. ഇവരെല്ലാവരും നിൽക്കുമ്പോഴാണ് ഇവരെല്ലാവരും വന്ന് നിൽക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഇത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഇതിൽ സുപ്രീം കോടതിയുടെ വിധിയുള്ളതാണ്. സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ആർക്കൊക്കെ സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കാം, സന്നിധാനത്ത് ആർക്കൊക്കെ സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കാമെന്നുള്ള സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. ആ വിധി പ്രകാരമുള്ളവർക്ക് മാത്രമേ അവിടെ സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇതുവരെ അത് പാലിക്കപ്പെട്ടിട്ടില്ല. ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ദിലീപിനെതിരെ കോടതിയലക്ഷ്യ നടപടി ഉണ്ടാകും. കോടതിയലക്ഷ്യത്തിന്, അതായത് കോടതിയുടെ കോർട്ട് ഓർഡറിനെയാണ് ദിലീപ് ലംഘിച്ചിരിക്കുന്നത്. അതിന് ജാമ്യം എടുക്കേണ്ടി വരും. ജാമ്യമില്ലാ കുറ്റമാണ് കോടതിയലക്ഷ്യം. അപ്പം ഇനി നിലവിൽ ഇദ്ദേഹം ഒരു കേസിൽ 2 കേസിൽ പ്രതിയാണ്. ഒന്ന് നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതി, അതുപോലെ തന്നെ പോലീസിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയതിൽ 1ാം പ്രതി. അങ്ങനെ 2 കേസുകളിൽ ഇദ്ദേഹം ജാമ്യത്തിലാണ്. അപ്പോൾ 3ാമതൊരു FIR കൂടി വീഴും. ഈ 3ാമത്തെ FIRൽ ജാമ്യം കിട്ടാൻ ഇനി ഇദ്ദേഹം കോടതി കയറി ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കുമ്പോൾ ഇദ്ദേഹത്തിനെതിരെ മാത്രമായിരിക്കില്ല കോടതിയലക്ഷ്യം എടുക്കുന്നത്. KK രാധാകൃഷ്ണൻ, KP അനിൽകുമാർ 3 പേർക്കെതിരെയും കോടതിയലക്ഷ്യത്തിന് പോലീസിന് കേസെടുക്കേണ്ടി വരും. പിന്നെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം എന്ന രീതിയിലാണ്, കോടതിയലക്ഷ്യം നടന്നു എന്ന രീതിയിൽ തന്നെയാണ് ദേവസ്വം ഓഫീസർ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പിന്നെ CCTV സോപാനത്തിന് സമീപത്ത് അപ്പർ ഏരിയയിൽ CCTV വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് സോപാനത്തേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സോപാനത്ത് ആര് നിന്നാലും വളരെ വ്യക്തമായി അപ്പർ ഏരിയയിലെ 2 സൈഡിലെയും CCTVന്ന് വിഷ്വൽ കറക്റ്റായിട്ട് കിട്ടും. ശബരിമലയിലെ CCTV എന്ന് പറയുന്നത് എപ്പോഴും എല്ലാ ദിവസവും ചെക്ക് ചെയ്യപ്പെടുന്ന ഒന്നാണ്. കാരണം ഇതിനെന്ത് പിഴവ് പറ്റിയാലും അടുത്ത സ്പോട്ടിൽ അതിന് പരിഹാരം കണ്ടെത്തിയിരിക്കണമെന്നാണ് ദേവസ്വത്തോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ശബരിമലയിലെ CCTVകൾക്ക് കേടുപാട് സംഭവിക്കാൻ പാടില്ല. അതിലൊരു മിനിറ്റ് പോലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ നീക്കം ചെയ്യണമെന്നും പുനഃക്രമീകരിക്കണമെന്നും ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇതിൻ്റെ ദൃശ്യങ്ങൾ എന്ത് ചെയ്യും, ഇവർക്ക് കിട്ടും, കോടതിയിൽ സമർപ്പിക്കാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നത് കോടതി അലക്ഷ്യമാണ്. ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്കൊക്കെ വലിയ ചർച്ചകൾ നടത്താം. പക്ഷേ ഞാൻ പറയുന്നു, ദിലീപ് മാത്രമല്ല, ഒരുപാട് പേർ വരാറുണ്ട്. ഒരുപാട് പേർ ഇവിടുത്തെ സിനിമാ താരങ്ങൾ വരാറുണ്ട്, പാർട്ടിയുടെ നേതാക്കൾ വരാറുണ്ട്. ഒരു പാർട്ടിയുടെയൊന്നുമല്ല, എല്ലാ പാർട്ടിയുടെയും നേതാക്കൾ വരാറുണ്ട്. ചെറുതും വലുതുമായ എല്ലാ പാർട്ടിയുടെയും നേതാക്കൾ ഇതുപോലെ വന്ന് സോപാനത്ത് ഈ പറയുന്ന ജനറൽ ക്യൂവിലൂടെ പോവാതെ സോപാനത്ത് മിനിറ്റുകളോളം വന്ന് നിൽക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഈ മണ്ഡലകാലം മാത്രം പരിശോധിച്ചാൽ അതിൻ്റെ തന്നെ ഇഷ്ടംപോലെ ദൃശ്യങ്ങൾ കിട്ടാവുന്നതേ ഉള്ളൂ.